കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ മേഖലയിൽ SFIയുടെ സർവാധിപത്യം. പ്രധാന സ്കൂളുകളായ ഏരൂർ, കരികോൺ, കുളത്തുപുഴ അടക്കമുള്ള സ്കൂളുകളിൽ ഉജ്ജ്വല വിജയമാണ് SFI നേടിയത്. കരികോൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ജനറൽ സീറ്റിൽ 10 SFI വിജയിച്ചു. ശാരികപ്രിയയെ ചെയർമാനായും അൽഫയെ വൈസ് ചെയർമാനായും എതിരില്ലാതെ തെരഞ്ഞെടുത്തു. തുടർന്ന് SFI കരികോണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. SFI മുൻ ജില്ലാ കമ്മിറ്റി അംഗം അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ശ്രീരാജ്, അനന്തു, ആദർശ്, നദീം എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് ഈ വട്ടത്തെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വട്ടം KSUവിടെ വന്നിട്ട് SFI ഒന്ന് വെല്ലുവിളിച്ചു. അടുത്ത വർഷം ജനറൽ സീറ്റിൽ ഒന്നും പോലും SFI ജയിക്കില്ല എന്ന് SFI വെല്ലുവിളിച്ചു. ഇന്നിതാ നോക്കൂ, ഒരു ക്ലാസ്സിൽ പോലും, കേവലം ഒരു ക്ലാസ്സിൽ പോലും KSUവിന് സ്ഥാനാർത്ഥികളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതാ SFI ഏകപക്ഷീയമായി എല്ലാ ക്ലാസുകളിലും വിജയിക്കുന്നു. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കലാലയത്തിനകത്ത് നിലകൊണ്ടതിന്റെ റിസൾട്ടാണ്. വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടത്തിന് ഈ വിദ്യാർത്ഥി സംഘടന മുന്നിൽ നിന്ന് നയിച്ചതിന്റെ റിസൾട്ടാണ് ഈ ജയം. ഈ ജയം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി കരികോൺ സ്കൂൾ എന്നൊക്കെയുണ്ടോ അന്നൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നാലും SFI അല്ലാതെ ഒരു സംഘടനയും ഇവിടെ പാടില്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഇവട്ടം KSUവിനെ ആരോടെ കണ്ടില്ലല്ലോ. കഴിഞ്ഞ വർഷം കണ്ടിരുന്നു. നിങ്ങളുടെ 2ാം വർഷത്തെ കുട്ടികൾക്കറിയാം. കഴിഞ്ഞ വർഷം KSU വന്നു, ഞങ്ങളെ ഒന്ന് വെല്ലുവിളിച്ചു. ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും SFI നേടിയ ഉജ്ജ്വല വിജയമാണ്. 10 ജനറൽ സീറ്റും നേടിയ SFI ജാമ്യയെ ചെയർമാനായും അൽമറിയത്തെ വൈസ് ചെയർമാനായും തെരഞ്ഞെടുത്തു. കുളത്തുപുഴ കല്ലുവട്ടാങ്കുടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10 ജനറൽ സീറ്റിൽ 8 SFI നേടി. 4 സീറ്റ് AISF നേടി. SFIയുടെ നിഖിലിനെ ചെയർമാനായി ഇവിടെ തെരഞ്ഞെടുത്തു. അതേസമയം ശക്തമായ അടിത്തറയുള്ള ഇടങ്ങളിൽ പോലും AISF അടിപതറിയ കാഴ്ചയാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാനായത്. KSUവിനാകട്ടെ മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല. നാട്ടുവാർത്ത, അഞ്ചൽ.